ഇപ്പൊ എന്താ ഇവിടെ വന്നേന്നാ പറഞ്ഞത്? എടി നീ പുറത്താരോട് പറയട്ടാ, ഞാൻ ഈ ഹോസ്പിറ്റലില് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഹോസ്പിറ്റലാ? ആ, അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് ക്ലൈന്റ് ആയിട്ട്, അതിന് വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്റെ ദൈവമേ, നീ എങ്ങാനും ഈ ഹോസ്പിറ്റൽ വാങ്ങിച്ച ഞാൻ പിന്നെ നിന്റെ തൊഴിലാളിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ മുതലാളിയൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നിന്റെ മുതലാളിന്നൊന്നും വിളിക്കൂല. ഞാൻ ദീപക്കെന്ന് വിളിക്കുന്നു. നീ എന്നെ ദീപക്കെന്ന് വിളിച്ചാൽ മതി, നിന്റെ പഴയ ദീപക്ക് തന്നെയാണ് ഞാൻ. ശരി കേട്ടോ, ഞാനൊന്ന് റൗണ്ട്സിന് പോയിട്ട് വരാം. നീ ഇവിടെ ഉണ്ടാവുമല്ലോ? ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ മീറ്റിംഗ് ആണല്ലോ. ഓ ശരി ശരി, ബൈ. ഓക്കെ ഓക്കെ. പരിപാടി എന്ന് പറഞ്ഞാല് അതെ, ഇപ്പൊ പോയ ഡോക്ടർ എന്തിന്റെ ഡോക്ടർ? ഇവിടുത്തെ ഡോക്ടർ. അത് എന്തിന്റെ ഡോക്ടറാ? പൈൽസിന്റെ മെയിൻ ഡോക്ടറാണ് ഇവിടുത്തെ. ഈ ഡോക്ടർ വന്നേ പിന്നാണ് പൈൽസിന് വേണ്ടി ഇത്രയും ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയത്. അല്ല, അപ്പൊ എന്റെ അസുഖമൊക്കെ പൈൽസ് ഒക്കെ പുള്ളിക്കാരിയാണോ നോക്കണത്? അവരാണ് നോക്കുന്നത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, പൂ പറിക്കുന്ന ലാഭത്തോടെ പുള്ളിക്കാരി ചെയ്ത്. പൂങ്കായ്മൊന്നും തുടങ്ങാൻ സമ്മതിക്കില്ല. അയ്യേ, അല്ല ഒരു പ്രശ്നമില്ല, അവര് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് ഡോക്ടറാണ്. ഇത് ശരിയാവൂല. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്? ചേച്ചി എവിടെ പോയതാണ്? അയ്യോ, എന്റെ ചേട്ടൻ അവിടെ പോയി. പുള്ളി പോയവരെ നിങ്ങൾ എവിടെ പോയതാ? ഞാനേ ആ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണോന്ന് പറഞ്ഞ ആ പെണ്ണ്, എന്നാലേ ഇവിടുന്ന് മുട്ടയും പാലും ബ്രെഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അല്ല, പുള്ളി ബിസിനസ്സുകാരനല്ലേ? ആര്? ചേട്ടൻ അത്ത ചിട്ടിയാണുള്ളത്. അതിന്റെ പിരിവിന് പോകും. ഞാൻ വേറെ പണിക്കും പോണോണ്ടൊക്കെയാണ് ജീവിക്കണത്. അത്ത ചിട്ടിയുടെ കാര്യമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. പിന്നല്ലാണ്ട് പൊന്നെ, അല്ല ഇത് പുള്ളി ഈ ഹോസ്പിറ്റലിന് വിലയൊക്കെ പറഞ്ഞെന്ന്. ഈ ആശുപത്രി മേടിക്കാൻ പോണെന്ന് മേടിക്കാൻ പോകുന്നു. കിടക്കാൻ ഒരു ബെഡ് അന്വേഷിച്ചാണ് ഞാൻ ഈ നടപ്പൊക്കെ നടന്നു കൂട്ടിയത്. പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. ആ, അതെന്താണെന്നറിയാമോ? കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ച ഗ്ലാസ് ആണ്. തരാന്നും പറഞ്ഞ് മേടിച്ചോണ്ടോ പോയതാ. ചെല്ലുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം. ഇല്ല. അതെ, 3 കോടി വാങ്ങിപ്പോയിട്ട് പിന്നെ അതിന്റെ ഫണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല? നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ്, അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? 3 കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞോണ്ടല്ലോ പുള്ളി. അത് ലോട്ടറി കച്ചവടത്തിന് വാറിന്റെ ഇടയ്ക്ക് ആരാണ്ട് ടിക്കറ്റ് എടുത്തിട്ട് കാശ് കൊടുത്തിട്ടില്ല. അതെ, ഒരു പേഷ്യന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു പേഷ്യന്റ് നോക്കാണ്ട് അയാളെ കണ്ടില്ലല്ലോ. ഭർത്താവാണ് ഡോക്ടർ. പെട്ടെന്ന് വിളിക്കും. എനിക്ക് അയാളെ കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ചേട്ടാ ഒന്ന് വന്നേ, ഡോക്ടർ വന്നു. ശരി, ഞാൻ വിളിക്കാവേ. ഓക്കെ. ദീപക്ക്, നീ ഇതുവരെ ക്ലൈന്റിനെ കണ്ടില്ലേ? ആ ക്ലൈന്റ് മിക്കവാറും കട്ടായി പോകുന്ന എനിക്ക് തോന്നുന്നു.